ഗോപികൃഷ്ണൻ 11 മണിയോടെ സൈന്യം എത്തും എന്നതാണ് നമുക്ക് ഇപ്പോഴും ഇവിടുന്ന് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ സൈന്യം എത്തിയതിനു ശേഷമായിരിക്കും ഇതിന്റെ കൂടുതൽ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടക്കുക. നമ്മൾ ഇപ്പോൾ നേരത്തെ നിന്നിരുന്നത് ഈ അപകട സ്ഥലത്തായിരുന്നു. അവിടെ നിന്നായിരുന്നു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ നിലവിൽ നമ്മോട് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ, അവിടെ നിൽക്കാൻ പാടില്ല എന്നിപ്പോൾ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടുന്ന് മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും നീക്കം ചെയ്യുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള VIP-കൾ വരാനുണ്ട് എന്നതാണ് അതിൽ അവർ പറഞ്ഞിട്ടുള്ള വിശദീകരണം. മാധ്യമ പ്രവർത്തകർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്നതാണ്. നിങ്ങൾക്ക് അനുവദിച്ച ഒരു സമയമുണ്ട്, അതിനപ്പുറത്തേക്ക് ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല എന്നതാണ് അവരെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിർബന്ധപൂർവം ആ മാധ്യമ പ്രവർത്തകരെ ആ ദൗത്യ മേഖലയിൽ നിന്നും കർണാടക പോലീസിന്റെ സംഘം നമ്മളിവിടെ നീക്കം ചെയ്യുകയാണ്. എന്നാൽ നമ്മൾ പല ഘട്ടങ്ങളായി ഇത് റിപ്പോർട്ട് ചെയ്യണം, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വിവരം നേരിട്ട് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യണം, അത് വിവരങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് അനുവാദമില്ല എന്നാണ് ഈ പോലീസ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ദൗത്യ മേഖലയിൽ നിന്ന് മാധ്യമ പ്രവർത്തകരെ ഇപ്പോൾ ഇവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ദൗത്യ മേഖലയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ. അല്ല അരുൺ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ അർജുന്റെ കാര്യത്തിൽ വിവരം അറിയാൻ വേണ്ടി ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. 6 ദിവസങ്ങൾ പിന്നിട്ടിട്ടും അർജുന്റെ ലോറി എവിടെ കിടക്കുന്നു എന്ന് പോലും കൃത്യമായി ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ രക്ഷാദൗത്യത്തിന്റെ വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് ആരാണ് നൽകുക? എങ്ങനെയാണ് രക്ഷാദൗത്യം ഏത് ദിശയിൽ പുരോഗമിക്കുന്നു എന്ന കാര്യങ്ങളിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കുക? ഗോപികൃഷ്ണൻ, അത് തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ആശങ്കയാണ്. ഇന്നലെയും ഇതേ സമാനമായ പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. മാധ്യമ പ്രവർത്തകർക്ക് അങ്ങോട്ട് പ്രവേശനം അനുവദിക്കില്ല. ഇന്ന് രാവിലെ സ്ഥലം MLA ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷമാണ് ആ മാധ്യമ പ്രവർത്തകർക്ക് ഒരു ഘട്ടത്തിൽ ഈ ദൗത്യ മേഖലയിലേക്ക് പ്രവേശനം അനുവദിച്ചത്. അതിനുശേഷം നമ്മൾ കൃത്യമായി എന്താണോ ആ പോലീസ് സംഘം പറയുന്നത് അതനുസരിച്ച് അവരുടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിൽ നിന്നും ഒരുപാട് മാറി നിന്നാണ് ദൃശ്യങ്ങൾ പകർത്തുകയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നമ്മൾ മാധ്യമ പ്രവർത്തകരോട് നമ്മൾ ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ പോകുന്നതിന് വേണ്ടി ഇവിടുന്ന് മാറണം എന്ന് പറയുകയാണ്. ഒരു കാരണവശാലും ഇവിടെ നിൽക്കാൻ അനുവദിക്കില്ല എന്നതാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട അവർ പറയുന്നൊരു വാദം എന്നുള്ളത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്, അതിന്റെ സെക്യൂരിറ്റി ചെക്കിങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം കൂടുതൽ VIP-കൾ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന സൂചനയുണ്ട്. ഇതേ തുടർന്നാണ് ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് ഒരുക്കേണ്ടതുണ്ട് എന്നാണ് അവർ ഇതിൽ പറയുന്നൊരു വിശദീകരണം. എന്നാൽ അത് നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ നമുക്ക് ഈ വാർത്തകൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ വിവരങ്ങൾ നമുക്ക് ഈ ദൗത്യ മേഖലയിൽ എത്തിയാൽ മാത്രമേ തത്സമയം അത് കാണുകയും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഇവർ ഈ ബാരിക്കേഡ് കെട്ടി, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, ബാരിക്കേഡ് കെട്ടി നമ്മളെ മാധ്യമ പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റി നിർത്തുന്ന തത്സമ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനമില്ല എന്നതാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പല ഘട്ടങ്ങളിലായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നമുക്ക് ഈ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു പ്രതിസന്ധിയാണ് ഇത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണോ മാധ്യമ സംഘത്തെ അവിടെ നിന്ന് മാറ്റിയത്? അതല്ല, ഏതാണ്ട് ഇനി വരുന്ന ഏറ്റവും നിർണായകമായ 1 മണിക്കൂർ സമയമാണ്. ആ 1 മണിക്കൂർ സമയത്തിൽ ഇനിയിപ്പോൾ ആർമി എത്താൻ പോകുന്നു, അവരുടെ തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ വിവരങ്ങളോ പുറം ലോകത്ത് അറിയണ്ട എന്ന് കരുതിയാണോ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേര് പറഞ്ഞ് മാധ്യമ സംഘങ്ങളെ അകറ്റി നിർത്തുന്നത്? ഗോപീഷ്, ഇവർ എന്താണ് കാരണമെന്ന് പോലും പറയാൻ അവർ തയ്യാറാവുന്നില്ല. ഇവിടെ നിന്ന് അനുവദിക്കില്ല, ഇവിടുന്ന് മാറി നിൽക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. ബലം പ്രയോഗിച്ച് തന്നെയാണ്, നിർബന്ധപൂർവമാണ് മാധ്യമ പ്രവർത്തകരെ എല്ലാം ഇവിടുന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇത്രയും സമയം അവിടെ നിന്ന് നേരിട്ടാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. യാതൊരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഒരു മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും അവർ പറയുന്നതനുസരിച്ച് അവർ പറഞ്ഞിടത്ത് നിന്ന് കൃത്യമായ ദൃശ്യങ്ങൾ പകർത്തുകയും അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. അവർ പറയുന്നത് നേരത്തെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ കാരണങ്ങൾ അവർ വ്യക്തമാക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട കാര്യം, അർജുനെ കാണാതായ വിവരം ആദ്യമായി ആ ലോറി ഉടമ മനാഫ് അങ്കോലയിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ട ശേഷവും ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്ന ശേഷവും രക്ഷാദൗത്യം നടത്താനോ
രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനോ കഴിഞ്ഞിരുന്നില്ല. വൻ വീഴ്ചകൾ മാധ്യമങ്ങൾ ആ സന്ദർഭത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിനുശേഷം മാധ്യമങ്ങളിൽ വാർത്ത നിറയുകയും വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്യുമ്പോഴാണ് ഇടപെടലുകൾ ഉണ്ടാകുന്നതും പിന്നീട് രക്ഷാദൗത്യം എന്നത് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതും. അപ്പോൾ തുടക്കത്തിലെ വീഴ്ച മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. സൈന്യത്തിൻ്റെ പ്രത്യേക സംഘം എത്തുന്നു. ഈ ഘട്ടത്തിൽ എന്തിനാണ് മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് നീക്കുന്നത്? എന്ത് വിവരമാണ് മാധ്യമപ്രവർത്തകരിൽ നിന്ന് മറച്ചുവെക്കാനുള്ളത്? ഏത് ദൃശ്യങ്ങളാണ് ഈ ആളുകൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഏത് ദൃശ്യങ്ങളാണ് ആളുകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ളത്? ക്യാമറ അടക്കം ഒന്നും അവിടെ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടാണോ? പോലീസാണോ സൈന്യമാണോ മാധ്യമ സംഘത്തെ അവിടെ നിന്ന് മാറ്റുന്നത്? കർണാടക പോലീസിന്റെ തീരുമാനമാണ്. അവർ നേരത്തെ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്നതാണ്. നമ്മൾ ഇപ്പോൾ തത്സമയം തന്നെ അവരോട് കാര്യങ്ങൾ ചോദിച്ചു. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം? നമ്മളിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താണ് തടസ്സം എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. എന്നാൽ അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ അവർ തയ്യാറായിട്ടില്ല. അവർ നിർബന്ധപൂർവ്വം നമ്മളിവിടുന്ന് മൂവ് ചെയ്യണം എന്ന് മാറണം എന്ന് മാത്രമാണ് പറയുന്നത്. നേരത്തെ ഇവർ ബാരിക്കേഡ് കെട്ടി 2 കിലോമീറ്റർ അകലെ നമ്മളെ നിർത്തിയിരുന്നു. അവിടെ നിന്ന് MLA വന്ന് ഇടപെട്ടതിന് ശേഷമാണ് നമുക്ക് ഉള്ളിലേക്ക് അനുവാദം തന്നത്. അതിനുശേഷം ഈ രക്ഷാപ്രവർത്തന മേഖലയിൽ നമുക്ക് നേരിട്ട് കണ്ട് എന്താണ് അവിടെ നടക്കുന്നത്, കൃത്യമായി നമ്മൾ അവരുടെ രക്ഷാപ്രവർത്തനത്തെ എന്തെങ്കിലും ഒരു തടസ്സമോ അതിന് നെഗറ്റീവായി സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഇടപെടൽ ഒരു മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഞാൻ അവിടെ നിന്ന് കൃത്യമായി അത് എല്ലാം വീക്ഷിച്ചതാണ്. എങ്കിൽ പോലും പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ടിംഗ് തുടരുന്നു. അതിനിടെയാണ് വളരെ പെട്ടെന്ന് പോലീസ് സംഘം ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ നിന്ന് മാറണമെന്ന് നിർബന്ധപൂർവ്വം ഇവിടെ നിന്ന് മാറണമെന്ന നിർദ്ദേശം നൽകിയത്. നമ്മൾ കാരണം ചോദിച്ചു. CM ഉൾപ്പെടെയുള്ളവർ വരാനുണ്ട് എന്ന് അവർ ആദ്യം പറഞ്ഞു. പിന്നീട് നമ്മളെ നിർബന്ധപൂർവ്വം ഇവിടുന്ന് ബലം പ്രയോഗിച്ച് നിലവിൽ ഇപ്പോൾ ഇവിടുന്ന് മാറ്റുകയാണ്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ഉൾപ്പെടെയുള്ള അവർ നമ്മളെ പിന്നിൽ തന്നെ നമ്മൾ ഇവിടുന്ന് പൂർണ്ണമായും പോകുന്നവരെ നമ്മുടെ പിന്നിൽ തന്നെയുണ്ട്. ഇതിന് തൊട്ടപ്പുറം ബാരിക്കേഡ് വെച്ച്, അതായത് രക്ഷാദൗത്യത്തിൻ്റെ ഏകദേശം ദൗത്യം നടക്കുന്ന ഏകദേശം അതിൻ്റെ ഒരു 1 കിലോമീറ്റർ ഇപ്പുറം ആണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ ഒരു ബാരിക്കേഡ് വെച്ച് നമ്മളെ തടഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെയും നിൽക്കാൻ പാടില്ല, നമ്മളൊരു വാഹനങ്ങൾ പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. മുഴുവൻ മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങളും ഇവിടെ നീക്കം ചെയ്യണം. ഗോപീകൃഷ്ണൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ കടുത്ത അനാസ്ഥ ഇവരുടെ ഭാഗത്തുണ്ടായിരുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, നമ്മൾ ഇവിടെ നേരിട്ടെത്തി റിപ്പോർട്ട് ചെയ്തതാണ്. അതൊരു വശത്തുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അതിനുശേഷം നിരന്തരമായി ഇത്തരം വിവരങ്ങൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇവിടുന്ന് മാറ്റി നിർത്തുന്നതിലൂടെ ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് ഡയറക്റ്റായി ലഭിക്കുന്ന വിവരങ്ങൾ ആ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ പങ്കുവെക്കാൻ പറ്റാതെയാകും. അതായത് നമ്മളെ ബാരിക്കേഡ് കെട്ടി അകറ്റുക, ഈ ദൗത്യ മേഖലയിൽ എന്തിനാണ് അത്തരമൊരു ക്രമീകരണം എന്നത് മനസ്സിലാകുന്നില്ല. നമ്മൾ എന്തെങ്കിലും അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ നിലവിൽ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ മാത്രമാണ് ഇവിടെ നിലവിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇത്ര വലിയൊരു ദുരന്തമുഖത്ത് കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘങ്ങളാണ് ഇവിടെ എത്തി റിപ്പോർട്ട് ചെയ്യുന്നത്. അവരെയാണ് ഈ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പൂർണ്ണമായി നീക്കിക്കൊണ്ട് ഉള്ള നടപടികൾ അവർ സ്വീകരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വാഹനങ്ങൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടുന്ന് നീക്കണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അത് നിർബന്ധപൂർവ്വം മാറ്റുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഉൾപ്പെടെ നീക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിൽ ഒരു ക്രമീകരണം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും ഒരു തരത്തിൽ അവരുടെ രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ തടസ്സം നിന്നിട്ടില്ല. എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുണ്ടാകുന്ന ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുണ്ടായിട്ടില്ല. നമുക്ക് അർജുൻ്റെ ഉൾപ്പെടെയുള്ള മനുഷ്യജീവനുകൾ, അത് മലയാളി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇതര സംസ്ഥാനക്കാരൻ അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യജീവനുകൾ അതിനടിയിലുണ്ട്. അത് തന്നെയാണ് നമ്മുടെ പ്രയോറിറ്റി. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു മാധ്യമങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു മറ്റു താല്പര്യങ്ങളില്ല. അതാണ് നമ്മൾ ഇതിന് മുഖ്യ പരിഗണന നൽകിയത്. എന്നിട്ട് പോലും മാധ്യമങ്ങളോട് ഇവിടുന്ന് പൂർണ്ണമായി മാറണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മാധ്യമങ്ങളുടെ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ഇവിടുന്ന് നീക്കം ചെയ്യുകയാണ് ഗോപികൃഷ്ണൻ.